സുഭാഷ് ബാബു സർ, ഇപ്പോൾ ആവശ്യമുയരുന്നത് വിജയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരാവശ്യം ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഈ RCBയുടെ വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ ദുരന്തം സംഭവിച്ചപ്പോൾ വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ മുറവിളി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ ഈ ദുരന്തത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം വിജയനാണെന്നും വിജയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. അത്ര എളുപ്പത്തിൽ വിജയിനെ തമിഴ്നാട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? നിലവിലെ അവിടുത്തെ ഒരു ഈ താരങ്ങളോടുള്ള വലിയ ആരാധനയൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ വിജയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? അല്ല, അതുകൊണ്ടാണല്ലോ കേസെടുത്തവല്ല അദ്ദേഹത്തിൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഇവിടെ സംഘാടകർക്കാണ് വീഴ്ച വന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ സംഘാടകരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണെങ്കിലും അദ്ദേഹം ആ സ്ഥലത്ത് വരുമ്പോൾ അവിടെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ബന്ധവസ്, ബാക്കി കാര്യങ്ങളൊക്കെ, സ്ഥലവും സൗകര്യങ്ങളും, അവിടെ വേണ്ട ബന്ധവസുകൾ, പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഏർപ്പാടുകളും അവരാണ് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റല്ലേ ചെയ്യാം. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ പോലീസിന് ക്രൗഡ് കൺട്രോളിന് ഒരു യാർഡ് സ്റ്റിക്ക് ഉണ്ട്. അതായത് ഇത്ര ഓരോരോ സെക്ടറുണ്ട്. ആ ഓരോ സെക്ടറിന് എത്ര മെഷർമെൻ്റ് അവിടെ ഏകദേശം അവിടുത്തെ ടോപ്പോഗ്രാഫി അനുസരിച്ച് എത്ര സെക്ടർ ഉണ്ടെന്നനുസരിച്ച് ഏകദേശം ഒരു സ്ക്വയർ മീറ്ററിൽ ഇത്ര ആളെ, ഇപ്പം 4 പേരെ അല്ലെങ്കിൽ മാക്സിമം 5-ൽ കൂടുതൽ ആളുകളെ അതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ അതിന് ക്രൗഡ് വല്ലാണ്ടാവും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം ആ സെക്ടർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ വേറെ ആളുകൾക്ക് എൻട്രി ഇല്ല, അവർക്ക് പുറത്തേക്ക് പോകാം. അതും ഒരു ക്ലിപ്ത സമയത്തിനല്ലാണ്ട് എപ്പോഴും പുറത്ത് പോയി അകത്തോട്ട് വരാം. പുറത്തോട്ട് പോയാൽ പിന്നെ അകത്തോട്ട് വരാൻ പറ്റില്ല. പുറത്തോട്ട് പോയാൽ നേരെ പുറത്തോട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു സംവിധാനമുണ്ട്, ക്രൗഡ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ഒന്നുമില്ല. ആളുകൾ തള്ളിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം മലവെള്ളം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇടിച്ചു വരുന്നു, അല്ലെങ്കിൽ മല ഇടിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും തടയാൻ പറ്റും. അതേമാതിരിയാണ് ആളുകൾ ഒന്നായിട്ട് വന്ന് ഒരു 10 പേരുടെ കാല് അടി തെറ്റിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? അവർ വീഴും, അതിൻ്റെ മേളിൽ വേറെ ആളുകൾ വീഴും, അത് ചവിട്ടുന്നതിന് ശേഷം വേറെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ ഇത് എന്താണെന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനായി. പിന്നെ അതാണ് ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇങ്ങനെ ആൾ വരുന്ന സ്ഥലത്ത് എവിടെ ആയാലും ശരി, ക്രൗഡിനെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, നിലവിലുണ്ട്, അതനുസരിച്ച് ചെയ്യണം. അതിൽ കൂടുതൽ ആളുകൾ ഇനി അവിടത്തേക്ക് വരുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ്, അവരെ അത് അവിടെ എത്താൻ സാധിക്കാത്ത രീതിയിൽ ദൂരെയുള്ള സ്ഥലം, പെരിഫറയിൽ അടുത്തെങ്ങും പറ്റില്ല, കിലോമീറ്ററിനപ്പുറത്ത് അവർക്ക് പെട്ടെന്ന് തടഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇടവഴി ഊടുവഴി വരെയും മറ്റു മാർഗ്ഗേണ അവിടെ എത്താൻ സാധിക്കാത്ത അത്ര ദൂരത്തിൽ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം അവരെ കോർഡൻ ചെയ്ത് അവിടെ നിർത്തണം. കാരണം അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പോലീസ് തന്നെയാണ്. പക്ഷേ അവിടെ ബന്ദോബസ്ത് ചെയ്യാൻ എന്ത് വേണം എന്നുള്ളത് പോലീസിനെ നിർദ്ദേശിക്കാം. അത് ചെയ്തില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ മീറ്റിംഗ് തടയാനുള്ള എല്ലാ അധികാരങ്ങളും പോലീസിനുണ്ട്. അത് ആ സമയത്ത് സാധ്യമല്ല, അത് മുൻകൂട്ടി ചെയ്യേണ്ടതായിരുന്നു. അതിന് വേണ്ടിയിട്ട് അതിന് ബാരക്കേഡ് കെട്ടാൻ വേണ്ടി പോലീസ് ഒരു ബന്ധവ് സ്കീം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. ഇതനുസരിച്ച് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അനുവാദം തരില്ല എന്ന് പറയണം. ഇത് ചെയ്തതിന് ശേഷം ആ ക്രൗഡ് കൺട്രോളിൻ്റെ ഇതനുസരിച്ച് പോലീസിൻ്റെ, അതുപോലെ തന്നെ PWDയുടെ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്രയും ആളുകളെ അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് വരുന്നവന് മുഴുവനില്ല, പിന്നെ കാറ്റിൽ കരിയില വലയുന്ന മാതിരി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സംഘാടകർക്കാണ് അതിനകത്തൊരു വീഴ്ച വന്നിരിക്കുന്നത്. അത് സംഘാടകർക്ക് വേണ്ട നിർദ്ദേശം പോലീസ് കൊടുത്തു എന്ന് ഇതുവരെ ഒരു ഉദ്യോഗസ്ഥന്, അതിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട IG പോലും പറയുന്നത് ഞാൻ കേട്ടില്ല. അത് പറയണമായിരുന്നു, ഞങ്ങൾ ഇന്ന മാതിരി ഇന്ന രീതി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുവരെ ചെയ്തില്ല എന്ന് പറയാതെ സംഘാടകരെ വീഴ്ചയാണെന്ന് മാത്രം പറഞ്ഞാൽ അത് വില പോവില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് നിർദ്ദേശം കൊടുക്കണം, അത് കൃത്യമായിട്ട് ഇൻ റൈറ്റിംഗ് നിർദ്ദേശം കൊടുക്കണം. ഈ പോലീസ് എന്നതുപോലും പോലീസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രൻ. അത് പറ്റില്ല, തീർച്ചയായിട്ടും. ഈ പവർ കട്ട് പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സമയത്ത്. പവർ കട്ടിന് പാരലൽ, അതായത് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി
അല്ല, അത് കണ്ടുപിടിക്കാൻ പറ്റും. പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ KSE-യുടെ പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഇതുണ്ട്, അവിടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലാണ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അത് എത്ര സമയം എവിടത്തെ ഏത് ട്രാൻസ്ഫോമറാണ് പോയത്, അതിൻ്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും, ഇല്ലെങ്കിൽ അത് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും പോലീസിന് KSE-ബിക്ക് ഒന്നും പറഞ്ഞു ഒഴിയാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ സംവിധാനം പഴയ മാതിരിയൊന്നുമല്ല. ഇപ്പോൾ ഒക്കെ എവിടെയെങ്കിലും കറണ്ട് പോവുകയാണെങ്കിൽ എവിടെ നിന്ന് കറണ്ട് പോയി, ആ കറണ്ടിൻ്റെ കാരണം ചിലപ്പോൾ അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പിന്നെ ലൈറ്റ്നിങ് ആണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻ്റ് ആണോ, ഇങ്ങനെയുള്ള പലത് കാരണങ്ങളോ, അല്ലെങ്കിൽ കമ്പി പൊട്ടിപ്പോയതാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെയുള്ള സ്ഥലത്ത് രാത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹം വരാൻ താമസിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിന് അറിയാമല്ലോ. അപ്പോൾ അതെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ലൈറ്റിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യണം, സംഘാടകരോട് പറയണം. സംഘാടകർ ചെയ്തില്ലേ ഇവിടെ ചെയ്യാൻ പാടില്ല, ഇല്ലീഗലാണ്, ഇത് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ ആകെ ഭയപ്പെട്ടു പോകും. അപ്പം ഈ സംഘാടകരുണ്ടെങ്കിൽ പോലും അതിന് ശരിയായ ഒരു രാഷ്ട്രീയ സംവിധാനമൊന്നും ആയിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആ പ്രദേശത്തുള്ള ആളുകളെ ഓരോരുത്തർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ ആളുകളെ ഒരു പ്രത്യേക സ്ഥലത്താണ് ഉൾക്കൊള്ളുന്നത്. അവരുടെ അതൊന്നുമല്ല, ഇത് ശരിക്ക് കാറ്റത്ത് കരിയില പോകുന്ന മാതിരി അടിച്ചു കയറി ഇങ്ങോട്ട് വരിക, അത് കഴിഞ്ഞതിന് ശേഷം ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയ അണികളല്ല, തീർത്തും താരാരാധനയുടെ പുറത്ത് മാത്രം തടിച്ചുകൂടിയ ഒരു ജനക്കൂട്ടമാണ് നമ്മൾ ഇന്നലെ അവിടെ കണ്ടത്.